ഹലോ എവരി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ ക്രിസ്റ്റൽ പാലസിനെ നേരിടാൻ പോവുകയാണ്. കാരബാओ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ. ക്രിസ്റ്റൽ പാലസ് ചെറിയ ടീമല്ല, നമുക്കറിയാം. ബട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കഴിഞ്ഞ കാരബാओ കപ്പിൻ്റെ പ്രിവ്യൂവിൽ ഞാൻ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അത് ഈ കപ്പ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ? നമുക്ക് പ്രീമിയർ ലീഗിലും മറ്റേ ചാമ്പ്യൻസ് ലീഗിലും ഫുൾ ഫോക്കസ് ചെയ്തിട്ട് ഈ കോമ്പറ്റീഷൻ കുറച്ച് പറ്റാവുന്ന അത്രയും റൊട്ടേഷനൊക്കെ ഇട്ട് ചെയ്താൽ പോരെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റേത്. അന്ന് തന്നെ ആ വീഡിയോയുടെ ഇടയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഈ കപ്പ് ജയിക്കുമ്പോൾ നല്ലൊരു മെൻറ്റാലിറ്റി ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കമൻറ്റ് പറഞ്ഞായിരുന്നു, അതായത് മാൻ സിറ്റി ഒരു പ്രാവശ്യം പ്രീമിയർ ലീഗ് അടിക്കുന്ന ഈ കപ്പ് ജയിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വെച്ചിട്ടൊക്കെയാണെന്നുള്ള രീതിയിലൊരു കുറേ കമൻറ്റ് വേണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അന്ന് സത്യം പറയാലോ, എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ദിവസത്തിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ആസ് ആൻ ആർസണൽ ഫാൻ, ആഫ്റ്റർ ചെൽസി ഗെയിം, ആഫ്റ്റർ വൂൾസ് ഗെയിം, ആഫ്റ്റർ സണ്ടർലൻഡ് ഗെയിം, ആഫ്റ്റർ കഴിഞ്ഞ കളി എവർട്ടൺ ഗെയിം, ഇവിടെ എല്ലാം ഒരു മെൻറ്റാലിറ്റി ഇഷ്യൂ ഉള്ളതായിട്ട് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഇല്ല, ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല, ഒരു ഹങ്കർ കാണുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് സോൾവ് ആവണമെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയർ കപ്പ് ഉയർത്തുന്ന ആ ഒരു ഫീൽ അവർക്ക് വരണം, എങ്കിലേ ഇതിനൊരു സൊല്യൂഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നൗ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്യുകയാണ്, ഈ ഒരു കപ്പ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർസണൽ ദാൻ എനി അതർ ടീം. കാര്യം ശരിയാണ്, ക്രിസ്റ്റൽ പാലസ് ലിവർപൂളിനെ പൊടിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓക്കെ, അവർ കഴിഞ്ഞ കളി തോറ്റെങ്കിൽ പോലും ബട്ട് ദേ ആർ എ വെരി ഗുഡ് ടീം. നമുക്കെല്ലാവർക്കും അറിയാം, ഭയങ്കര നമ്മളെക്കാട്ടിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിങ്ങിൽ നല്ല കൃത്യതയുള്ള ഒരു ടീമാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ പ്ലേയിങ് ദം. എനിക്ക് വേറൊരു കാര്യം ഉറപ്പാണ്, അർട്ടറ്റ നല്ല സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കും ഈ കളിയിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലാത്തൊരു കാര്യം. ഐ എം ഷുവർ ഈ കോമ്പറ്റീഷൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ഒന്നാമത്തെ കാര്യം, ക്രിസ്റ്റൽ പാലസ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. രണ്ട്, ഈ കോമ്പറ്റീഷൻ സീരിയസ് ആയിട്ട് എടുക്കും ബിക്കോസ് ആ ഒരു വിന്നിങ് സാധനം വേണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് എനിക്കങ്ങ് ഫീൽ ചെയ്യുകയാണ്. ഇതെൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. സോ ഐ തിങ്ക് നാളെ ഉള്ളതിൽ വെച്ച് സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കും. ചിലപ്പോൾ ഓഡഗാർഡിന് പകരം നമ്മുടെ എസെ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതല്ലാതെ ആ സെയിം ടീം തന്നെയായിരിക്കും ഇറങ്ങാൻ സാധ്യത. സോ ആസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് നമ്മുടെ ടിംബർ, സലീബ, ഹിൻകപ്പിയെ, പിന്നെ ലെഫ്റ്റിൽ കാലഫിയോറി ചെറിയൊരു ഇഞ്ചുറി സ്കെയർ ഉണ്ട്, പക്ഷേ എന്നാലും കാലഫിയോറി ആയിരിക്കും മിക്കവാറും. പിന്നെ ഡെക്ലാൻ റൈസ്, സുബമെൻഡി, നടുക്ക് ഓഡഗാർഡ് ഓർ എസെ. മിക്കവാറും ഐ ജസ്റ്റ് ഹാവ് എ ഫണ്ണി ഫീലിംഗ് എസെ ആയിരിക്കും കളിപ്പിക്കുന്നതെന്ന്, ബിക്കോസ് ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് ഓൾ ദാറ്റ്. ഹി നോസ്, എന്താണ്, എസെക്ക് കുറച്ചുകൂടെ പരിചയമുള്ള ആൾക്കാരാണല്ലോ. സോ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് എസെനെ കളിപ്പിക്കാൻ ചാൻസ് കൂടുതലാണ്. ദെൻ ഓൺ ലെഫ്റ്റ് ട്രോസാർഡ്, സെൻറ്റർ നമ്മുടെ ഗ്യോക്കറേസ് തന്നെ, ആൻഡ് നമ്മുടെ സാക്ക ഓൺ ദ ലെഫ്റ്റ്. ഈ ഗെയിമിൽ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്യണം, എസ്പെഷ്യലി സാക്ക. ഹി ക്യാൻ ഡു ഇറ്റ്. ഹി നീഡ്സ് ടു ഡു മോർ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സ്റ്റാർ ബോയ് ആണ്, ശരിയാണ്, ബട്ട് ഹി ക്യാൻ ഡു മോർ. പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് തിരിച്ചു വരണം. ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഗെയിമായിട്ട് ഇതിനെ കണ്ടിട്ട്, യുനോ, അസിസ്റ്റില്ലേ, ഗോളില്ലേ എന്നൊക്കെ പലരും ഇപ്പോൾ കമൻറ്റ് ചെയ്യും. അതല്ല, കളി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, സാക്ക നമ്മുടെ പഴയ സാക്കയിലേക്ക് വന്നിട്ടില്ല ആഫ്റ്റർ ഇഞ്ചുറി. ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ്, ഓക്കെ? അതൊക്കെ അസിസ്റ്റും ഗോളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആസ് എ പെർഫോമൻസ്, ആസ് എ സ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇച്ചിരി കൂടെ ഷാർപ്പ്നെസ് വരാനുണ്ട്. സോ അത് കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ
ഫുൾ കോൺഫിഡൻസോടെ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആവാൻ പറ്റട്ടെ നമ്മുടെ മെയിൻ പ്ലെയറായ ഡെക്ലൻ റൈസിനും നമ്മുടെ സാക്കയ്ക്കും. ലെറ്റ് ദം പെർഫോം വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ്. ഇതാണ് എനിക്ക് നാളെ കാണേണ്ടത്. ആൻഡ് ഈവൻ സുബമെൻഡിക്ക് പകരം മെറീനോ ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫൈൻ. ആക്ച്വലി സുബമെൻഡിനെ ഒന്ന് ബെഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നാൽ സുബമെൻഡി അറിയാമല്ലോ, അത്രയും അങ്ങോട്ട് കഴിഞ്ഞ 2-3 കളി ഇച്ചിരി മോശമാണ്. സോ സുബമെൻഡിക്ക് ഒന്ന് ബെഞ്ചിൽ ഇരുത്തിയിട്ട് മെറീനോനെ കൊണ്ടുവന്നാലും മോശമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മെറീനോ വിൽ ഡു എ ഫൈൻ ജോബ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഐ എം ഷുവർ ഓഫ് ദാറ്റ്. എന്തായാലും നാളത്തെ കളി നമുക്ക് ജയിക്കാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഗെയിം. വെരി ഈ ഒരു ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരിക്കലും അണ്ടർപ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് വാച്ച് അലോങ് പോകുന്നതായിരിക്കും ഞാൻ. ക്വാർട്ടർ ഫൈനൽ ഓഫ് കാരബോ കപ്പ്. ഈ ഒലിവർ ക്ലാസിനെ എങ്ങനെ പൂട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പുള്ളി നല്ല മിടുക്കൻ കോച്ചാണ്. സോ ലെറ്റ് സി. അല്ലാതെ ഇനിയിപ്പം നമ്മൾ ഇവിടെ കിടന്ന് കൂടുതൽ ടാക്ടിക്സ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. ഇഞ്ചുറി ന്യൂസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് എനിക്കും അറിയാവുന്നത്. ബെൻ വൈറ്റ് വിൽ ബി ഔട്ട് ഫോർ സം ടൈം. സോ അത് വിട്ടേരും. ആൻഡ് കൈ ഹാവേർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും വലിയ പുതുതായിട്ടൊന്നും റിട്ടേൺസ് ഒന്നും വന്നിട്ടില്ല. ഗ്യോക്കറൈസിൻ്റെ കാര്യം ഐ ജസ്റ്റ് ഹാവ് എ ഫണ്ണി ഫീലിംഗ് നാളെയും ഗ്യോക്കറൈസ് ഗോൾ സ്കോർ ചെയ്യുമെന്ന്. ആൻഡ് കുറച്ചുകൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് കാണാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി എസയാണ് കളിക്കുന്നതെങ്കിൽ ഓടഗാർഡ് കൊടുക്കുന്നതിനേക്കാളും ഒരു ക്വാളിറ്റി ബോൾ ഗ്യോക്കറൈസിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് വാച്ച് ലോഗിന് കാണാം. ടേക്ക് കെയർ.